മയ്യത്ത് നിസ്കാരം എപ്പോഴാന്ന് ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇതൊക്കെ ചോദിക്കാൻ പറ്റുന്നതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അതിന് മാത്രമൊക്കെ എന്നോട് ശത്രുത വെച്ച് പുലർത്തുന്നത് എന്തിനാണ് എന്നുള്ളതും അറിയാത്തൊരു സംഭവമാണ്. അപ്പോൾ കാര്യത്തിലാണോ തമാശ രൂപത്തിലാണോ എന്നൊന്നും എനിക്കറിയില്ല. ഒരുത്തരം വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു മയ്യത്ത് നിസ്കാരം എപ്പോഴാണെന്ന്. അത് കേട്ടപ്പം അതൊന്ന് ഷോക്കായിപ്പോയി കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാം റെക്കോർഡ് ചെയ്യാറില്ലേ, ഇതെന്തേ റെക്കോർഡ് ചെയ്യാനൊന്നും. എൻ്റെ അടുത്ത് ഫോണില്ല, അതിനൊരു ഫോണേ കയ്യിലായിരുന്നു. ഐഫോണിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് വേറെ ആപ്പ് കയറ്റണം കേട്ടോ, അല്ലാതെ പറ്റില്ല. ഞാൻ മറ്റൊരു ഫോൺ വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യാറ്. ഫോൺ എൻ്റെ അടുത്തില്ലായിരുന്നു, ഒരു ഫോണായി എൻ്റെ കയ്യിലുള്ളത്. ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലൊന്നും അല്ലായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. എൻ്റെ എന്താ പറയുക, ക്ഷീണവും തളർച്ചയും ഒക്കെ അവിടെ തീർന്നു പോയി. തോറ്റു കൊടുക്കരുത് എന്നുള്ളൊരവസ്ഥയിലായിപ്പോയി. കാരണം തോറ്റാൽ കൈയടിക്കാൻ 100 ആളുണ്ട് എന്നുള്ളത് മനസ്സിലായി. ജയിച്ച് ചെല്ലുമ്പം സ്വീകരണം കിട്ടുന്നതിനെക്കാട്ടിലും തോറ്റു ചെല്ലുമ്പോഴാണ് സ്വീകരണം കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലായി. കാരണം അത്രയും ആൾക്കാർ ജസ്റ്റ് ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അത്രയും ആൾക്കാർ തെറ്റ് ചെയ്ത ഒരാൾക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ ഞാനാണ് എന്നതിൻ്റെ പേരിൽ ഭയങ്കര സമൂഹം തന്നെയല്ലേ. വല്ലാത്തൊരു എന്തെന്നാ എനിക്ക് അത് നിങ്ങളോട് പറഞ്ഞ് തരേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഹോസ്പിറ്റലിലാവാനുള്ള കാരണം സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റലുണ്ട്. അപ്പം ആ ഹോസ്പിറ്റലിലത്തെ നേഴ്സിനോട് ഇഞ്ചക്ഷൻ മാറി കുത്തിപ്പോയി. അപ്പം മാറി കുത്തിയിട്ടിപ്പം 1 മാസത്തിൻ്റെ അടുത്തായി. അത് പിന്നീട് എനിക്ക് നടക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്ത സമയത്ത് ഹോസ്പിറ്റലുകാർ വന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കടിച്ച പാമ്പ് തന്നെ വിഷമിറക്കുക എന്ന് പറഞ്ഞതുപോലെ എനിക്ക് അവരുടെ 5 പൈസ വേണ്ട, എനിക്ക് എൻ്റെ കാല് പഴയത് പോലെ ആക്കി തന്നാൽ മതി. കാലിക്കാണ് അവർ ഇഞ്ചക്ഷൻ വെച്ചത്, എൻ്റെ കാല് പഴയതുപോലെ ആക്കി തന്നാൽ മതി. കാരണം പലർക്കും അത്ഭുതം, കാലിക്കൊക്കെ ആരെങ്കിലും ഇഞ്ചെക്റ്റ് ചെയ്യുമോ എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കാല് പഴയതുപോലെ ആക്കി തന്നാൽ മതി. എനിക്ക് ഡോക്ടർ അവിടെ തന്നെ ഉണ്ടല്ലോ, ചികിത്സ അവിടുന്ന് തന്നെ തന്നാലും മതി എന്ന് പറഞ്ഞു. പക്ഷെ അവരവിടുന്ന് ചികിത്സ തരാനോ ഒന്നിനും തയ്യാറായില്ല. അപ്പം എനിക്ക് ഒരുപാട് കാലത്തേക്ക് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. പിന്നെ പതിയെ നടക്കൽ തുടങ്ങി. പിന്നെ എന്താ പറയുക, ഒരു സമയത്തിലപ്പുറം നടന്നാൽ കാല് വീങ്ങിയിട്ട് പിന്നെ താഴെ വെക്കാൻ പറ്റൂല. അപ്പം ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തിന് ആക്സിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഒരു സമയം കഴിഞ്ഞപ്പോഴേക്ക് കാല് വീങ്ങി. അവിടെ മെഡിക്കൽ കോളേജിൽ തന്നെ കാണിച്ചു, ട്രീറ്റ്മെൻറ്റ് എടുത്തു. പിന്നീട് അങ്ങോട്ട് എനിക്ക് കാല് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വരികയായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഡോക്ടർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് മരണം വരെ സംഭവിച്ചേക്കാം എന്ന് ഡോക്ടർ പറഞ്ഞു. ഒന്നാമത് ഇത് മാറാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ, എനിക്ക് എന്ത് മെഡിസിനാണ് തന്നെന്നുള്ളത് ആ നേഴ്സ് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും വലിയൊരു അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവം. 1 മാസത്തിൻ്റെ പുറത്തായിട്ടും
ഒരാളുടെ അസുഖം മാറുന്നില്ല, മെഡിക്കൽ കോളേജ് പോലത്തെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് പോലും നമുക്ക് അസുഖം മാറുന്നില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര അത്ഭുതം തന്നെയാണ്. നമുക്ക് ഡോക്ടേഴ്സിനെന്ന് പറയുന്ന അത്രയ്ക്ക് നമ്മളൊക്കെ വിശ്വസിക്കുന്നതാണ്. പക്ഷേ ഈ ഡോക്ടേഴ്സിന് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് മെഡിസിനാണ് തന്നത് എന്ന് ചോദിച്ചിട്ട് ആ നേഴ്സ് ഇപ്പോഴും മൗനം പാലിക്കുകയാണ്. ആദ്യം പറഞ്ഞു ഇതിൻ്റെ മറ്റേ ഗ്ലൂക്കോസും വെള്ളമാണ്, വെയിൻ കിട്ടിയിരിക്കുമോ അറിയാൻ വേണ്ടിയിട്ട്, അല്ലെ വെയിനിൽ അത് മരുന്ന് കയറുമോ ബൾജാവുമോ അറിയാൻ വേണ്ടിയിട്ട് ഗ്ലൂക്കോസും വെള്ളം തന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നപ്പോൾ അവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ട്, അവർ ലോഡ് ചെയ്തിട്ടാണ് നഴ്സിംഗ് റൂമിൽ നിന്ന് മെഡിസിൻ ലോഡ് ചെയ്തിട്ടാണ് ഇപ്പുറത്ത് വരുന്നത്. അപ്പോൾ ഈ വെയിൻ ബൾജാവുന്നോന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് പ്രാവശ്യം വെയിൻ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നീട് അവർ പോട്ട് എടുത്ത് കൊണ്ടുവരും, അല്ലെങ്കിൽ എനിക്ക് എടുത്ത മരുന്ന്, എനിക്കെന്ന് വെച്ചാൽ എടുക്കുന്ന മരുന്ന് തന്നെ അവർ പതിയെ ലോഡ് ചെയ്ത് നോക്കുക ചെയ്യാറുള്ളത്. അപ്പോൾ ഗ്ലൂക്കോസ് വെള്ളമാണ് ഈ പിന്നെ എനിക്ക് തന്നതെന്ന് പറഞ്ഞപ്പം അവിടെ സ്പെഷ്യാലിറ്റിയിലുള്ള മൂസിൻ എന്ന് പറഞ്ഞ, മൂസിൻ എന്നായിരുന്നു തോന്നുന്നു പേര്, ആ ഡോക്ടർ പറഞ്ഞു ഈ ചരിത്രത്തിൽ ആർക്കും, അങ്ങനെ കേട്ടോ ആ നേഴ്സിനോട് പറഞ്ഞ്, ചരിത്രത്തിൽ ആർക്കും ഇതുവരെ ഗ്ലൂക്കോസ് വെള്ളം കൊണ്ട് ഒരു റിയാക്ഷൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നേഴ്സൊന്ന് മറ്റേ പെട്ടെന്ന് പാനിക്കായിട്ട് വല്ലാത്തൊരവസ്ഥയിലായി. പിന്നെ പറഞ്ഞു എനിക്ക് ട്രമഡോളും ഫിനർഗാനും ആയിരുന്നു ഡോക്ടർ എഴുതിയത്. അപ്പം പറഞ്ഞു അല്ല ഡോക്ടറെ ട്രമഡോളാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ട്രമഡോള് ഡയറക്റ്റ് ചെയ്യരുത് എന്ന് ഡോക്ടർ പ്രത്യേകിച്ച് പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയില്ലേ, പിന്നെ എങ്ങനെയാണ് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ആ പെണ്ണുങ്ങൾ പിന്നെ അല്ല ഫിനർഗാനാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫിനർഗാനും തരരുതെന്ന് ഇല്ലേ. ട്രമഡോള് തരുന്ന സമയത്ത് നമുക്കറിയാം എങ്ങനെയാണ് എന്നുള്ളത്. എനിക്ക് കുറേ കാലം ഇപ്പം ട്രമഡോൾ എനിക്ക് 2024 അല്ല 25 8-ാം മാസം തൊട്ടിട്ടാണ് എനിക്ക് കെക്നോവ് എന്ന് പറയുന്നൊരു മരുന്ന് അലർജിക്കായി വന്നത്. എന്നതിന് ശേഷം ഈ ട്രമഡോളാണ് എനിക്ക് വെക്കാറ്. അതും ഡയറക്റ്റ് അങ്ങനെ വെക്കാറില്ല. എനിക്ക് NS കൂടി മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ ട്രമഡോൾ എന്നാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പിന്നെ ഫിനർഗാനാണെന്ന് പറഞ്ഞു. ഈ പെണ്ണുങ്ങളിങ്ങനെ മാറ്റി മാറ്റി പറയുന്നുണ്ട്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ എൻ്റെ അറിവ് വെച്ചിട്ടാണ് ഞാൻ മരുന്ന് വെച്ചതിൻ്റെ പ്രിസ്ക്രിപ്ഷനൊക്കെ ആയിട്ട് ഇവിടെ കൊയിലാണ്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയപ്പം അവർ പറഞ്ഞു ഫിനർഗാൻ ഡയറക്റ്റ് അടിച്ചാൽ അത് വെയിനല്ല പുറത്ത് വന്നാലും ഇത് ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ വരും എന്ന് പറഞ്ഞിട്ട് അതിന് ചികിത്സ എടുത്തത്. അതിൻ്റെ ചികിത്സ എടുത്ത് നോക്കിയിട്ടും ഇപ്പം അത് ഭേദമാവുന്നില്ല. ഏതാന്ന് ഡോക്ടേഴ്സിന് പോലും ഡോക്ടേഴ്സിന് അത് കറക്റ്റ് എനിക്ക് മരുന്ന് തരണം എന്നുണ്ടെങ്കിൽ ഈ നേഴ്സ് പറയണം എന്താണ് എനിക്ക് പിന്നെ ചെയ്തത് എന്ന് പറയുന്ന സമയത്ത് ആ പെണ്ണുങ്ങൾ കുറ്റം ഏറ്റെടുത്തു എന്നുള്ള ഒരവസ്ഥയിലേക്കാണല്ലോ. അതുകൊണ്ട് ആ പെണ്ണുങ്ങളത് പറയാനും തയ്യാറാകുന്നില്ല. പക്ഷെ കൊയിലാണ്ടി സ്റ്റേഷനിൽ നിന്ന് CAൻ്റെ അടുത്ത് പെണ്ണുങ്ങൾ പറഞ്ഞു ഞാൻ അറിയാണ്ട് പറ്റിപ്പോയതാണ്, എനിക്ക് ആ ഒരു സമയത്ത് എന്നുവെച്ചാൽ ആ ഒരു സമയത്ത് എന്ന് പറയാൻ രാത്രി 2 മണിക്കെങ്ങാണ്ടാണ് പോയത്. ആ ഉറക്കിൻ്റെ ആ ഒരു ഇതിൽ പെണ്ണുങ്ങളോട് പറ്റിപ്പോയി എന്നാണ് CAൻ്റെ അടുത്ത് പറയുന്നത്. ഈ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്ന ഒരുപാട് കംപ്ലൈൻറ്റുകളുള്ളൊരു പിന്നെ ക്ലിനിക്കാണ്. അവർ എന്തൊരു വിഷയം വന്നാലും പോലീസുകാരവർക്ക് സപ്പോർട്ടാണ്. പോലീസുകാരവരുടെ കയ്യിലാണ്. ഈ എൻ്റെ കമൻറ്റിൻ്റെ എൻ്റെ വീഡിയോൻ്റെ താഴെയുള്ള കമൻറ്റ് പോലെ തെറ്റ് ആരുടെ ഭാഗത്താണ് എന്ന് പോലും നോക്കാതെ അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്.
അത് സ്പെഷ്യാലിറ്റീൻ്റെ പല കംപ്ലൈൻറ്റും പോലീസ് സ്റ്റേഷനിൽ വരെ എത്തിയിട്ടുണ്ട്. അവിടുന്ന് പുറത്തേക്ക് പോയിട്ടില്ല. അതാണ് ഈ സ്പെഷ്യാലിറ്റിയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. അവിടുന്ന് അത് പുറത്തേക്ക് പോകാൻ അവർ സമ്മതിക്കില്ല. അവിടെ അത് നമ്മളെ തെറ്റുകാരാക്കി നമ്മളോട് ദേഷ്യം പിടിച്ചിട്ട് നമ്മളെ പറഞ്ഞേക്കുക. ഒരു കാലിൽ എനിക്ക് തന്നെ ഇഞ്ചക്ഷൻ വെക്കാൻ പറ്റൂലല്ലോ, അതെങ്കിലും ആ പോലീസുകാർക്ക് ചിന്തിച്ചുകൂടായിരുന്നു. അപ്പം എനിക്ക് പെട്ടെന്ന് ശ്വാസമുട്ടലൊക്കെ വന്നു. ഒരു അബോധാവസ്ഥയിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഡിസ്ചാർജ് പറഞ്ഞ് മേടിച്ച് പോന്ന കേട്ടോ. കാരണം അരുണിന് ഓർഡർ പോകാനുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, നമ്മളൊരു വണ്ടി ഓടിക്കുമ്പോൾ അല്ലേ ഓർഡർ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡ്രൈവർ കിട്ടുക അത് പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല. പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ ഈ പറഞ്ഞതോണം ചെറിയൊരു അസുഖമായിട്ട് എൻ്റെ ഉമ്മ നിൽക്കുകയാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിവിടുന്ന് ഹോസ്പിറ്റലിലെത്താൻ വലിയ സമയമൊന്നും വേണ്ട, ഞാൻ ഡിസ്ചാർജ് ഒന്ന് ഭേദമായ സമയത്ത് ഡിസ്ചാർജ് പറഞ്ഞിട്ട് പോകുന്നതാണ്. ഡോക്ടേഴ്സ് തന്ന മെഡിസിൻ്റെയും ഈ കാലിൻ്റെ ഈ പറഞ്ഞ ഈ ഒരു ഇതിൻ്റെയും കൂടി എല്ലാം കൂടിയായിട്ട് ആകെ ടയേർഡായി, എഴുന്നേക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായിപ്പോയി. അപ്പോഴാണ് ഇങ്ങനെ ഒരു കോള് വന്നിട്ട് ചോദിക്കുന്നത് എപ്പോഴാ മയ്യത്ത് നിസ്കാരം എന്ന്. പക്ഷെ ഒരു നിമിഷം ഞാൻ മരണത്തെ പേടിയൊന്നുമില്ല കേട്ടോ. ഒരു നിമിഷം എൻ്റെ മക്കളെക്കുറിച്ച് ഞാൻ ആലോചിച്ച് നോക്കി. ആ പറഞ്ഞ ആൾക്കും ചിലപ്പോൾ മക്കളുണ്ടാവും. അയാൾ നഷ്ടപ്പെടുന്ന സമയത്ത് ആ മക്കളുടെ കാര്യം അയാൾ ചിന്തിച്ചോ എന്ന് എനിക്കറിയില്ല. ഏതായാലും വല്ലാത്തൊരു ചോദ്യമായിപ്പോയി അത്. എനിക്ക് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞല്ലോ ഞാനിനി മരണപ്പെടുമോ എന്നുള്ളതും എനിക്കറിയില്ല കേട്ടോ. ഒരു കാര്യത്തിന് എന്തൊക്കെ സൈഡ് എഫക്റ്റ് വരുമെന്ന് നമുക്കൊരു അതിനെക്കുറിച്ച് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതാ നേഴ്സ് എന്തൊരു സാധനമാണോ. നമ്മളൊക്കെ മാലാഖമാരെന്ന് വിളിക്കുന്നതാണ് ഈ നേഴ്സിനെ. പക്ഷേ നേഴ്സുമാരിൽ ഇങ്ങനത്തെ ആൾക്കാരും ഉണ്ട് എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവമാണ്. ഏതായാലും ആ ചോദിച്ച ആളോട്, എൻ്റെ മരണം കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇതിന് മാത്രമൊക്കെ പാപിയാണോ ഞാൻ? അറിയില്ല, നിങ്ങളുടെ കണ്ണിൽ ചിലപ്പോൾ പാപമായി. എന്താ പറയുക, ഈ ഒരു സിനിമയിൽ ദുൽഖറിനോട് എന്താ മറ്റേ പാർവതി പറയുന്നൊരു കാര്യം ഓർമ്മയുണ്ടോ? ഇവിടുത്തെ വീടുകളെല്ലാം ഉരുപോണാണ് എന്ന് പറഞ്ഞപ്പോൾ ദുൽഖർ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, എല്ലാ വീടുകളും ഒരുപോണാണെങ്കിലും കാണുന്ന കാഴ്ചക്കാരുടെ കണ്ണുകൾ വേറെ വേറെയാണെന്ന്. അതേപോലെ നിങ്ങളുടെ കണ്ണിൽ ഞാൻ തെറ്റുകാരിയായിരിക്കും, അതെനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എല്ലാവരുടെ കണ്ണും ഒരുപോണല്ലാന്നും എനിക്കറിയാം. സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതെനിക്ക് എൻ്റെ വാട്സപ്പ് തുറന്നു നോക്കിയപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് സ്നേഹിച്ചവർക്കും പ്രാർത്ഥിച്ചവരിലൂടെയൊക്കെ ഒരുപാട് നന്ദി പറയാണ്. അപ്പം ഇത്രേ പറയാനുള്ളൂ. ചത്തിട്ടില്ല, ചത്താൽ അറിയിക്കാം, അത്രേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലല്ലേ. ഏതായാലും മയ്യത്ത് നിസ്കാരം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ ഉമ്മയും പാപ്പയും സഹോദരങ്ങളും നിസ്കരിക്കാതിരിക്കാൻ ഉണ്ടാവില്ല. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളോട് കൂടാനും ആരും കൂടാനും നിൽക്കണ്ട, ആരോടും കൂടാനും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ചത്താൽ എന്തായാലും ന്യൂസായിട്ട് വരും, എല്ലാവരും കാത്തിരുന്നോളേ. ഓക്കെ, ഞാൻ ഈ ഒരു കാര്യം അത്രയും വിഷമം വന്നപ്പോൾ ഒന്ന് ജസ്റ്റ് അവിടെ നിന്ന് എഴുന്നേറ്റു എന്നേ ഉള്ളൂ. ഒന്നാമത് എനിക്ക് വെയിൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഇന്നലെ എല്ലാം കൂടി കൈകും കാൽക്കും എന്നൊക്കെ പറഞ്ഞതിൻ്റെ അതിൽ
നന്നായിട്ട് ഒരു വെയിൻ കുത്തി നോക്കിയിട്ടും കൈയൊന്നും അനക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഏതായാലും എനിക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ചെയർമാനോടും കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലുള്ള ആൾക്കാരോടും ഈ എന്താ പറയുക ഇഞ്ചക്ഷൻ ചെയ്ത നേഴ്സിനോടും പറയാനുള്ളത്, ദൈവം മുകളിലുണ്ട്, കർമ്മ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എവിടെ ആര് വെള്ളപൂശാന്ന് നോക്കിയാലും അത് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. ഏതായാലും ഭരണം മാറിയല്ലോ, ഇനിയെങ്കിലും നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷൻ അവിടുത്തെ ആൾക്കാരുടെ അടുത്തുനിന്ന് ആ ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. സ്പെഷ്യാലിറ്റിയിൽ നിന്ന് കൊറോണ സമയത്ത് ഒരുപാട് ആൾക്കാർ അവരുടെ ഒരൊറ്റ കാരണങ്ങൾ കൊണ്ട്, അവിടെ വൃത്തിയില്ലാത്തത് കൊണ്ട് പലർക്കും കൊറോണ വന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. പല പരാതികളും പോലീസ് സ്റ്റേഷൻ വരെ എത്തിയിട്ടുണ്ട്. പിന്നീട് അത് വെളിച്ചം കണ്ടിട്ടില്ല. അതിലൊന്ന് എൻ്റെ സുഹൃത്തിൻ്റെ അച്ഛനായിരുന്നു. അവിടെ അത്രയും ഒരു വൃത്തി എന്ന് പറഞ്ഞ സാധനമില്ല. പിന്നെ നിങ്ങളെന്തിനാണ് അങ്ങോട്ട് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ടാവും. നമുക്കതാണ് ഏറ്റവും അടുത്ത് ഉള്ളൊരു ക്ലിനിക്ക് എന്ന് പറയുന്നത്. പിന്നെ കൊയിലാണ്ടി ഗവൺമെൻറ് ഹോസ്പിറ്റൽ അത്രയ്ക്ക് തിരക്കായിരിക്കും ഏത് ടൈമിന് പോയാലും. അപ്പം മൈഗ്രെയിൻ എന്ന് പറയുന്നൊരു സംഭവം വന്നാൽ കണ്ണ് തുറക്കാൻ പറ്റില്ല. മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്കറിയാം. വെളിച്ചം കാണാൻ പറ്റില്ല, ശബ്ദം കേൾക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പല പല ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് പല മരുന്നിനും അലർജി ആയതുകൊണ്ട് സ്ഥിരമായിട്ടൊരു മരുന്നേ അടിക്കാറുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഡോക്ടർ ഇന്ന മരുന്ന് മാത്രമേ പറ്റുള്ളൂ എന്ന് പല ഡോക്ടേഴ്സും എഴുതിയ പ്രിസ്ക്രിപ്ഷൻ ഉണ്ട് കയ്യിൽ. അപ്പോൾ നമുക്ക് എവിടെയാ ക്ലിനിക്കിലാണെങ്കിലും പോയിട്ട് ഡോക്ടർക്ക് അത് കാണിച്ച് ആ മെഡിസിൻ എഴുതി ഇഞ്ചക്ഷൻ ചെയ്ത് ഇങ്ങ് പോരാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് സ്പെഷ്യാലിറ്റി പോയത്. പക്ഷെ ഇങ്ങനെയായി തീരുമെന്ന് അറിയില്ല. ഏതായാലും നിങ്ങളെ പ്രാർത്ഥനയാണോ എൻ്റെ പ്രാർത്ഥനയാണോ ദൈവം കേൾക്കുക എന്നുള്ളതറിയാം. 2-3 ദിവസത്തിനുള്ളിൽ കേൾക്കാം ശിവനോടെ ഉണ്ടോ മരണപ്പെട്ടിട്ടുണ്ടോ എന്ന്. പ്രത്യേകിച്ച് അവിടെ എഴുതി കൊടുത്തിട്ടാണ് പോകുന്നത്. എന്ത് സംഭവിച്ചാലും ഹോസ്പിറ്റലുകാർ ഉത്തരവാദികളല്ല എന്ന് പറഞ്ഞിട്ട്. കാരണം പെട്ടെന്നാണല്ലോ ശ്വാസം മുട്ടലും പനിയും വരിക. പിന്നെ നമ്മുടെ പറഞ്ഞെന്ന് വെച്ചാൽ നിലവിൽ കാലിന് അവിടെ പൾസ് ഉണ്ട് എന്ന്. ആ പൾസ് നിൽക്കുകയും കൂടി ചെയ്താൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാല് മുറിച്ച് മാറ്റിയല്ലാതെ. അങ്ങനത്തെ ഒരു അവസ്ഥ വരുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാനവിടെ നിന്ന് പോരുവോളും നഴ്സുമാരെടുക്ക് ഇങ്ങനെ വന്ന് നോക്കുക. കാരണം കാല് ചൂടാവുക ചെയ്യുന്നത്. ചൂടാവുക എന്ന് വെച്ചാൽ തിളച്ച വെള്ളം നമ്മുടെ കാലിൽ മറിഞ്ഞാൽ എന്താണോ അവസ്ഥ, ആ ഒരു അവസ്ഥയിലാണ് കാലിങ്ങനെ പതയ്ക്കും പോലെ തോന്നുക നമുക്ക്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നഴ്സുമാർ വന്നിട്ട് പൾസ് നോക്കുക ചെയ്യുന്നത്. അപ്പം പൾസ് നഷ്ടപ്പെട്ടു പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനോ എന്തോ. ഏതായാലും